ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പഴുത്ത ഒരു പഴച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി നമുക്ക് ചക്ക വരട്ടാന്ന്. അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് ഈ ചക്ക മുഴുവൻ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. വേവിച്ച ചക്ക നമ്മളൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുളിയിൽ വെക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ വേവിച്ചതിൽ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കും. ചക്കയുടെ വെള്ളം തന്നെയാണ് കേട്ടോ. അതായത് നല്ല പോലെ ഒന്ന് വറ്റണം കേട്ടോ. വറ്റുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യത്തിന് എത്രയാണോ നമ്മൾ ചക്ക എടുത്തിട്ടുള്ളത് അത് നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിന് നമ്മൾ ശർക്കര എടുക്കാം കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ശർക്കരയിൽ. ഇതിപ്പോൾ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. ഈ വെള്ളം മുഴുവൻ വറ്റണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിങ്ങനെ വെള്ളം വറ്റി തുടങ്ങൂലേ, വെള്ളം വറ്റി തുടങ്ങുമ്പോൾ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ചക്ക വരട്ടി ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ നമ്മളിങ്ങനെ അലുവിക്ക് നമ്മൾ ഉണ്ടാക്കൂലേ, അതേ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പൊട്ടിത്തെറിക്കും ചെറുതായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് കേട്ടോ. തിരക്കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോയി. അപ്പോൾ വെള്ളം ഉരുക്കിയതുണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അരിക്കണം, കാരണം ചിലപ്പോൾ കല്ല് കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഉരുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലോണം നൈസായിട്ടുള്ള അരിപ്പുണ്ട് നമ്മൾ അരിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒഴിക്കാം. നമ്മളൊരു നുള്ള് ഉപ്പെടുത്തിട്ട് അതിലിടുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് ഇതാ ഇത്ര മതി കേട്ടോ. അത് ഇപ്പം തന്നെ ഇടണം, കാരണം കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടാനല്ല, പിടിക്കാൻ. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അത് വീട്ടിലിങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ്, ഇങ്ങനത്തെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതും ഇപ്പോഴെന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കാം. ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് ചേർക്കാം. എനിക്ക് അങ്ങനെ അരിപ്പൊടി ചേർത്തിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നല്ല പോലെ അത് വറ്റി കുറുകി വരട്ടെ. അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, പൊട്ടിത്തെറിയിൽ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഐറ്റം നെയ്യ് ചേർക്കണം കേട്ടോ. അത് ഞാൻ സത്യം പറഞ്ഞ് വിട്ടുപോയി. നെയ്യ് ചേർക്കാം, കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അതായത് ചക്ക വരട്ടിയതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഏതാ പരുവെന്ന് പറയുന്നത് കണ്ടോ, നമ്മളിങ്ങനെ ആക്കുമ്പോൾ മാറ്റുമ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോരില്ലേ, ആ ഒരു പരുവാണ് കേട്ടോ അതിൻ്റെ ഈ പരുവെന്ന് പറയണത്. ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറും എല്ലാം ഒരുമിച്ച്, ആ ഒരു പരുവ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സിം ഓഫ് ചെയ്യാം. നമ്മളെല്ലാം അതിൽ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനങ്ങനെ നെയ്യ് അധികം ഒഴിക്കുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ നെയ്യ് ഉപയോഗിക്കാത്തത് കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒരു 2 സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇതിൽ ചേർക്കാം. എനിക്കങ്ങനെ അത്രയ്ക്ക് ഹാർഡാവണത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെയൊക്കെ ഒരുക്കോരി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കില്ലേ, അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അത്രയും ഈ പരുവത്തിൽ ഞാൻ നിർത്താം കേട്ടോ. അപ്പോൾ അടിപൊളി സാധനമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ചക്ക വരട്ടുക എന്ന് പറയുന്നത്. ചക്ക വരട്ടി തിന്നാ പറയുന്നത്. ഇതൊരു സീസൺ, ചക്കയുടെ സീസണും മാങ്ങയുടെ സീസണും ഒക്കെയാണ്. അപ്പോൾ ചക്ക ഇഷ്ടംപോലെ കിട്ടും, കളയാതെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തെറ്റാ.